അതുകൊണ്ടാണ് ലോകത്തെ അന്ത്യപ്രവാചകനായിട്ടും ആദ്യത്തെ മുസ്ലിമായി റസൂലുള്ളാഹി തങ്ങൾ പറയപ്പെടുന്നത്. ഇതിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് തൂഫ എന്ന ഗ്രന്ഥത്തിലും വ്യാഖ്യാനമായ ശർവാനിയിലുമൊക്കെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥന അല്ലെങ്കിൽ വജ്ജഹത്ത് ഓതുമ്പോൾ ചിലപ്പോഴൊക്കെ അനമിനൽ മുസ്ലിമീൻ എന്നതിന് പകരം അന അവ്വലുൽ മുസ്ലിമീൻ എന്ന് പ്രയോഗിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. ആ പ്രയോഗത്തിന്റെ താത്വികമായ വശം ഇതാണ്. ചുരുക്കത്തിൽ മതപ്രബോധന ദൗത്യവുമായി ആദ്യം കടന്നു വന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പഴയ ഭാഗമായ സിലോൺ, ആ സിലോണിലാണ് ഇറക്കപ്പെട്ടതെങ്കിലും ശേഷം ഇന്ത്യ രാജ്യത്ത് ചുറ്റിക്കറങ്ങി ഇന്ത്യ രാജ്യത്തെ ആദ്യമ മനുഷ്യൻ, ആദ്യ മുസ്ലിം, ആ മുസ്ലിമായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങോട്ട് തുടങ്ങി മുഴുവൻ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത മതത്തിന്റെ നാമം അതാണ് ഇസ്ലാം. ആ ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം കീഴ്വഴക്കം, അച്ചടക്കം, ഒതുക്കം, അല്ലെങ്കിൽ ശാന്തി, സമാധാനം, സുരക്ഷ എന്നൊക്കെയാണ്. ഈ അടക്കവും ഒതുക്കവും ഉള്ളവൻ, നേതൃത്വത്തെ അംഗീകരിക്കുന്നവൻ, നിയമത്തെ അംഗീകരിക്കുന്നവൻ, സമാധാനം കാംക്ഷിക്കുന്നവൻ, സമാധാനം ലഭിക്കുന്നവൻ, സമാധാനം കൊടുക്കുന്നവൻ, അവനാണ് മുസ്ലിം എന്ന് പറയുന്നത്. ഈ സമാധാനം അംഗീകരിക്കുന്ന, സമാധാനം കൊടുക്കുന്ന, സമാധാനം കൊതിക്കുന്ന ഒരു മുസ്ലിം ഇതേ ആശയത്തിലുള്ള മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോൾ പറയേണ്ട വചനം എന്താണ്? അസ്സലാമു അലൈക്കും, സമാധാനം നിനക്കുമുണ്ടാകട്ടെ എന്നാണ്, സുരക്ഷ നിനക്കുമുണ്ടാകട്ടെ എന്നാണ്, ശാന്തി നിനക്കുണ്ടാകട്ടെ എന്നാണ്. കേവലം ഒരു പ്രാർത്ഥനയാണ്. രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഉദ്ദേശമെങ്കിൽ ബാറക്കല്ലാഹു ലക്, ആഫാക്കല്ലാഹ്, അങ്ങനെ തുടങ്ങി പല പദം കൊണ്ടും പ്രാർത്ഥിക്കാം. അള്ളാഹു നിനക്ക് പുരോഗതി തരട്ടെ, നിനക്ക് ബറക്കത്ത് തരട്ടെ, നിനക്ക് ആഫിയത്ത് തരട്ടെ, എല്ലാ രീതിയിലും പ്രാർത്ഥിക്കാമായിരുന്നു. അല്ല, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആദ്യത്തെ സംഭാഷണത്തിന്റെ തുടക്കം അസ്സലാമു അലൈക്കും, സമാധാനം ഉണ്ടാകട്ടെ എന്നാണ്. ഒരു മുസ്ലിം മറ്റൊരാളോട് ഈ പ്രാർത്ഥന നടത്തുമ്പോൾ ഓക്കെ, എനിക്ക് കിട്ടിയത് അൽഹംദുലില്ലാ, ഇനി എന്റെ കാര്യം ഞാൻ നോക്കി വെച്ചാൽ മതി, അപ്പുന പരിപാടി, മറ്റൊരാളെ പരിഗണിക്കാത്ത സെപ്പറേറ്റ് ചിന്താഗതി, അണ്ണാച്ചിമാർ കള്ളുഷാപ്പിൽ കാശ് കൊടുക്കുന്ന പോലെ എന്റെ കാശ് ഞാൻ, നിന്റേതിനി, അങ്ങനെയല്ല. ഒരു കൂട്ടുത്തരവാദിത്വം, ഒരൈക്യബോധം, ഒരു സ്നേഹം, പരസ്പര പാരസ്പര്യബോധം, ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. സ്വന്തം ചിന്താഗതി അല്ല. അതുകൊണ്ട് ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും, നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കപ്പെട്ടവൻ പറയുന്നു വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്, എനിക്ക് മാത്രം പോരാ, നിങ്ങൾക്കും രക്ഷ ഉണ്ടാകണം, ഒന്നുകൂടെ ബെറ്ററായി വറഹ്മത്തുള്ളാഹ്, നിങ്ങൾ എനിക്ക് തന്നതിനേക്കാൾ അങ്ങോട്ട് ഞാൻ നൽകുന്നു. ഇതാണ് ചിന്താഗതി, ഇതാണ് പരിശുദ്ധ ഇസ്ലാം. ആ രീതിയിൽ പരസ്പരം രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുസ്ലിമായ ഇസ്ലാം അംഗീകരിച്ചവൻ, അവൻ പോകുന്നത് എങ്ങോട്ടേക്കാണ്? അവന്റെ ലക്ഷ്യം എന്താണ്? സുഖലോക സ്വർഗം. ആ സ്വർഗത്തിന്റെ ഒരുപാട് പേരുകൾ, സ്വർഗത്തിന്റെ എണ്ണം ഒരുപാട്, കവാടങ്ങൾ ഒരുപാട്, ഉപകവാടങ്ങൾ ഒരുപാട്. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ആ സുഖലോക സ്വർഗത്തിലേക്കുള്ള ക്ഷണം അള്ളാഹുവാണ് നിർവഹിക്കേണ്ടത്. കാരണം ഗൃഹനായകനാണ് ഗൃഹപ്രവേശനത്തിന് ക്ഷണിക്കേണ്ടത്. സ്വർഗം നിർമ്മിച്ചത് അള്ളാഹുവാണ്, അള്ളാഹുവാണ് ക്ഷണിക്കുന്നത്. അതിന്റെ ഏജന്റുകളാണ് പ്രവാചകന്മാർ. അള്ളാഹു ഒഫീഷ്യലായി ക്ഷണിച്ചു. ആ ക്ഷണിച്ചിടത്ത് ആ സുഖലോക സ്വർഗത്തിന് പ്രയോഗിച്ചിരിക്കുന്ന നാമം ഫിർദൗസിലേക്ക് ക്ഷണിക്കുന്നു എന്നല്ല, അതിനുള്ളിലേക്ക് ക്ഷണിക്കുന്നു എന്നല്ല, ഒരേലേക്ക് ക്ഷണിക്കുന്നു എന്നല്ല. പിന്നെന്താ വിളിക്കുന്നത്? വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, നിങ്ങളെ ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാവരും ഉൾക്കൊള്ളാൻ ആ സ്ഥാപനത്തിന് കഴിയില്ല. അതേ സമയത്ത് സുഖലോക സ്വർഗം, ആ സ്വർഗം ആരും ഉസ്താദ് വിഷമിക്കണ്ട, ഞാൻ പറയാണ്. അപ്പോ സുഖലോക സ്വർഗം, ആ സ്വർഗത്തിന്റെ പേരെടുത്തുകൊണ്ട് അല്ലാഹു തആല പറയുന്നു വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ വീട്ടിലേക്ക്, ശാന്തിയുടെ കേന്ദ്രത്തിലേക്ക്,
സ്നേഹത്തിന്റെ ഭവനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു എന്നാണ്. ഇനി ആ സ്നേഹഭവനിൽ പ്രവേശിച്ചാൽ പരസ്പരം പറയുന്നത് പോരടിയുടെ വാക്കുകളല്ല, വിധ്വംസക പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്ന അതിനുപയുക്തമായ വചനങ്ങളല്ല. ഖാലൂ സലാം സലാം സലാം, എല്ലാവർക്കും സ്നേഹമാണ്. അവിടെ കാൽവെട്ടിപ്പിടുത്തമില്ല, ചാക്കിട്ടുപിടുത്തമില്ല, ധ്രുവീകരണങ്ങളില്ല, കാൽമാറ്റങ്ങളില്ല, അഴിമതി കേസുകളില്ല, അംഗീകാരം പിൻവലിക്കലുകളില്ല, വെയിലത്തെ ക്യൂ നിൽക്കേണ്ടി വരില്ല, സ്വന്തം അധ്വാനിച്ച കാശിന് വേണ്ടി പിന്നീട് മടക്കി വിടാറില്ല, പട്ടിണിയും പരിവട്ടനവുമില്ല, കാശ് കയ്യിൽ വെച്ചുകൊണ്ട് പട്ടിണി കിടക്കേണ്ട അവസ്ഥവും ഇല്ല. ആ രീതിയിൽ ഒന്നുമില്ലാത്ത സുന്ദരമായ ആ ചുറ്റുപാടുള്ള ഭവനം, ആ ഭവനത്തിലേക്കാണ് വിശുദ്ധ ഇസ്ലാം ആളുകളെ ക്ഷണിക്കുന്നത്. ഇത്രത്തോളം ശാന്തിയും സമാധാനവും ഉള്ള മതമായ ഇസ്ലാം അതിന്റെ സമ്പൂർത്തീകരണത്തിന് വേണ്ടി അള്ളാഹു പറഞ്ഞു വിട്ട നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിബിധങ്ങൾ ലോകത്തോട് പഠിപ്പിച്ച തത്വമോ ഇർഹമൂ ഇർഹമൂ മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ. ബെനിഫിറ്റും പറഞ്ഞു, പ്രവർത്തനവും പറഞ്ഞു. അതെ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം. ജാതി മത വർഗ വർണ്ണ ദേശ ഭാഷ ലിംഗ വ്യത്യാസമന്യേ മുഴുവനും ഇർഹമൂ മൻ ഫിൽ അർള്. നിമ്മൻ എന്ന പദം ഒരവത്തിന് വെച്ചതാണെന്ന് വെക്കുമ്പോൾ കല്ലുകരട് കാഞ്ഞിര കുറ്റി മുതൽ മുള്ളുമുരട് മൂർഖൻ പാമ്പ് വരെ ഈ രാജ്യത്തെ എല്ലാം അതിൽ പെടുകയാണ്. അതിലൊരു പക്ഷേ പട്ടികളടക്കം പെടും. അത് ആക്രമിക്കുന്ന പട്ടികളോ മറ്റോ ചർച്ച ഞാൻ വരാം. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ചെടി മുതൽ തുടങ്ങി ഗാലക്സികൾ വരെയുള്ള സകലമാനത്തിനും കരുണ, അതിലേക്ക് ഉപോത്ബലകമാണ് മറ്റൊരു ദൈവിക പ്രവചനം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആലം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം, ബ്രഹ്മാണ്ഡ കടാക്ഷം എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി താല, അള്ളാഹു എന്ന പ്രപഞ്ചത്തിന്റെ ഉടമ ഒഴിച്ചു ബാക്കിയുള്ള അടിമകളടക്കമുള്ള സകലമാന വസ്തുക്കളും ഏകകോശ ജീവിയായ അമീബ മുതൽ അങ്ങോട്ടുള്ള ജീവജാലങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ച് അള്ളാഹുവിന്റെ ഹബീബിനെ പരിചയപ്പെടുത്തിയത് ജബ്ബാർ ഖഹാർ എന്നൊന്നുമല്ല, അതേ സമയത്ത് കാരുണ്യവാനാണ്. അള്ളാഹുവിന്റെ 91 നാമങ്ങൾ, അക്കൂട്ടത്തിൽ നിന്ന് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അബ്ദ് അടിമയ ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹ് ആ തങ്ങൾക്ക് 2 പേരുകൾ അതേപോലെ നൽകി. ഏതാണത്? റഊഫ് റഹീം. ചില ആളുകൾക്ക് പേടി, അള്ളാഹു ഉപയോഗിച്ച പദം മറ്റെവിടെയെങ്കിലും പറഞ്ഞാൽ അത് ശിർക്കായി പോകുമോ എന്നൊരു പേടി. രാജാവിനില്ലാത്ത രാജ്യഭക്തി, കാപട്യം എന്നാണ് അതിന്റെ മലയാളം. അതേ സമയത്ത് അള്ളാഹു തആല പരിചയപ്പെടുത്തുന്നത് റഊഫ് റഹീം. ഈ 2 നല്ല ക്വാളിഫിക്കേഷൻ, യോഗ്യത ഹബീബായ റസൂലുള്ളാഹി തങ്ങളിൽ അള്ളാഹു ചാർത്തി കൊടുക്കുകയാണ്. അവിടെയും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഖഹാറാണ്, അള്ളാഹു ജബ്ബാറാണ്, മാലിക്കുൽ മുലൂക്കാണ്. വിവിധങ്ങളായ അവകാശങ്ങളെ കുറിച്ച് പറയാം. അതൊന്നും പറയാതെ കരുണയുടെ വിശാലമായ വാതായനം, നല്ല കാരുണ്യത്തിന്റെ ഒരുപാട് സിഫത്തുകൾ ഹബീബ് അല്ലാഹു തആല കൊടുക്കുകയാണ്. ഈ ഹബീബാണ് പഠിപ്പിക്കുന്നത് ഇർഹമൂ മൻ ഫിൽ അർള്. ഭൂമിയിൽ ഉള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം, എങ്കിൽ അതിന്റെ ഫലം യർഹമുക്കും മൻ ഫിസ് സമാ. ആകാശത്തിന്റെ അധിപനായ പടച്ച തമ്പുരാൻ നിങ്ങളോടും കരുണ കാണിക്കുമെന്നാണ്. ഇങ്ങനെ കരുണയുടെ പ്രഖ്യാപനവുമായിട്ടാണ് വിശുദ്ധ ഖുർആൻ വന്നത്. ആ കരുണയാണ് മുഹമ്മദ് റസൂലുള്ളാഹി ലോകത്ത് പഠിപ്പിച്ചത്. ആ കാരുണ്യത്തിനാണ് ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്നത്. ആ കരുണയുടെ മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. അതുകൊണ്ട് ആ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ പ്രബോധനം ചെയ്യണം. ഈ കരുണയും സ്നേഹവും ഐക്യവും സഹവർത്തിത്വവും നൽകുന്ന ഈ പരിശുദ്ധ മതം അത് അല്ലാഹുവിന്റെ മതമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതുകൊണ്ട് അല്ലാഹു ഔദ്യോഗികമായി അംഗീകരിച്ച മതം അത് പരിശുദ്ധ ഇസ്ലാമാണ് എന്ന് കരുതി എല്ലാവരും മുസ്ലിമായ പറ്റൂ എന്ന നിർബന്ധമൊന്നും ഇസ്ലാമിനില്ല. ആയാൽ നിങ്ങൾക്ക് നന്ന്, വിഷയം തുറന്നു പറയണം, അതും കരുണയുടെ ഭാഗമാണ്. ഇല്ലെങ്കിൽ അറിയാതെ അബദ്ധത്തിൽ വീണുപോയി അവസാനം ആശറിലെത്തുമ്പോൾ ഞങ്ങൾക്കതറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ
പിന്നീട് അത് കരുണക്ക് എതിരാവും. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹു തആല കരുണക്ക് ഒന്നുകൂടെ അടിവരയിടുകയാണ്. നാം തിരുദൂതന്മാരെ പ്രബോധനത്തിന് വേണ്ടി അയച്ചിട്ടില്ലാത്ത ആളുകളെ ഒരിക്കലും നമ്മൾ ശിക്ഷിക്കൂല. നിയമം പറയുന്നതിന് മുമ്പ് ശിക്ഷിച്ചാൽ നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം പോലെ വരും. ചിലപ്പോ പെട്ടെന്ന് നോട്ട് പിൻവലിച്ചാൽ പിന്നെ വെയിലത്ത് നിൽക്കേണ്ടി വരും. അങ്ങനെ പാടില്ലല്ലോ. ആളുകൾ വിഷമിക്കരുത്. ആദ്യം ഒരു സൂചനയൊക്കെ അല്പാൽപമായി കൊടുക്കണം. ഏതുവാകട്ടെ, അതുകൊണ്ട് അള്ളാഹു കരുണ ചെയ്യുകയാണ്. കാരുണ്യത്തിന്റെ തത്വമാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ പ്രബോധനം കാരുണ്യമാണ്. കാരുണ്യത്തിലേക്കാണ് ഇസ്ലാം ക്ഷണിക്കുന്നത്. കാരുണ്യത്തിന്റെ പ്രാക്ടിക്കൽ തലമാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ആളെ പറഞ്ഞു വിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താതെ ഒരിക്കലും തന്നെ നിങ്ങൾ ആ രീതിയിൽ ചെയ്യുകയില്ല. ചെയ്താൽ മാവോയിസ്റ്റുകൾ ഏറ്റുമുട്ടലിലാണോ മരിച്ചത്, അല്ല ഏകപക്ഷീയമാണോ വെടിവെച്ചത്, ചർച്ച കൊടുമ്പിരി കൊള്ളുകയാണ്. പത്രത്തിൽ ഇന്നും നാളെയും പത്രക്കാർക്ക് ഒരു ന്യൂസ് വേണം. ഇടയ്ക്ക് പട്ടി ന്യൂസുകളെ കൊണ്ട് പത്രകോളങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. പത്രത്തിൽ മുഴുവനും പട്ടി പട്ടി എല്ലാ സ്ഥലത്തും. എല്ലാ ആളുകളും നല്ലവരെ കൊണ്ട് പോലും പട്ടിയെ പറയിപ്പിച്ചിരുന്നു. പക്ഷേ പിന്നീട് നോട്ട് വന്നപ്പോൾ പട്ടി പോയി. അങ്ങനെ ഉണ്ടായത്. ഒരു തമാശക്കാരൻ ഒരു ചിത്രം വരച്ചത് കണ്ടു എവിടെയോ. പട്ടി ഇങ്ങനെ നാവ് നീട്ടി നിന്നപ്പോൾ ചോദിച്ചു അത്രേ, എന്താ നിങ്ങളിപ്പോ കളിക്കലൊക്കെ നിർത്തിയോ? തെരുവ് പട്ടികൾ ഇങ്ങനെ ഈ IS-ന്റെ ആളുകൾ മുസ്ലിമുകളെ കൊല്ലുന്നത് പോലെ അനാവശ്യമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന നിരപരാധികളെ കഴിച്ചു വന്നിരുന്നല്ലോ, ന്യൂസൊക്കെ വന്നിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ പട്ടി പ്രതികരിക്കുന്നു പോലും, ക്ഷമിക്കണം, ഇപ്പോൾ നിങ്ങൾ 500,000 കടിപിടി കൂടുകയാണ്. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ കടിപിടി നിർത്തിയിട്ടുണ്ട്, പിന്നീട് നോക്കാമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം നോട്ട് വാർത്ത വന്നപ്പോൾ പട്ടി വാർത്ത അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ വാർത്തകൾക്ക് ഇടം കിട്ടിയിട്ടുണ്ട്. അതാ ഞങ്ങളുടെ നാടിന്റെ ഭാഗത്ത്, നിലമ്പൂർ ഭാഗത്ത് നിന്ന് മാവോയിസ്റ്റുകൾ കൊല ചെയ്യപ്പെട്ടുവോ അല്ല ഏറ്റുമുട്ടൽ മരിച്ചുവോ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അങ്ങനെയൊന്നും ഇസ്ലാമിന്റെ വിഷയത്തിൽ ഉണ്ടാകാനേ പാടില്ല. അതുകൊണ്ട് അല്ലാഹു ഔദ്യോഗികമായി തന്നെ പറഞ്ഞു, ഇസ്ലാം ആണ് ശരി, അത് മാത്രമാണ് ഹക്ക്. മനുഷ്യരുടെ നീറുന്ന 100 പ്രശ്നങ്ങൾക്ക് എല്ലാ കാലത്തിലും പ്രതിനിധീകരിക്കാൻ കഴിയുന്ന ഏക മതം പരിശുദ്ധ ഇസ്ലാം മാത്രം. അതാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം ഇസ്ലാം മാത്രം എന്നു കരുതി എല്ലാവരും മുസ്ലിമികളാകണം എന്ന ബലപ്രയോഗം അത് ഇസ്ലാമിൽ ഇല്ല. ഉണ്ടാകുമ്പോൾ ഇസ്ലാമിന്റെ കരുണ നഷ്ടപ്പെട്ടു പോകും. ലാ ഇക്റാഹ ഫിദ്ദീൻ കത്തബൈർ റുശ്ദു മിനൽ ഗയ്യ്. സത്യവും അസത്യവും വേർതിരിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടവർക്ക് സ്വീകരിക്കാം. ഇൻ കേസ് ഒരാൾ ഇസ്ലാം അല്ലാത്ത മതത്തിനെ സ്വീകരിച്ചു, അള്ളാഹു കൊടുക്കുന്ന വെള്ളം, അല്ലാഹു തആല കൊടുക്കുന്ന ഭക്ഷണം, അല്ലാഹു തആല കൊടുക്കുന്ന കഴിവ് എല്ലാം അല്ലാഹുവിൻ്റെതാണ്. നമുക്ക് തോന്നും കാശ് റിസർവ് ബാങ്കിൻ്റെതാണ് എന്ന്. എങ്കിൽ അത് കൊണ്ടുപോയാൽ ഭക്ഷണം കിട്ടേണ്ടതല്ലേ? ഇല്ല. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറഞ്ഞതുപോലെ കാശ് പോക്കറ്റിലിട്ടുകൊണ്ട് പട്ടിണി കിടക്കേണ്ടി വന്നില്ലേ നമ്മൾ? 2 ആഴ്ച മുമ്പ് പശ്ചിമ ബംഗാളിലൂടെ ഒരു യാത്ര പോയി. അവിടുത്തെ ദീനീ ദഅവത്തും അവിടുത്തെ മുസ്ലിങ്ങളുടെയും മറ്റു അവസ്ഥയൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ 9 അംഗ സംഘം പോയതാണ്. ഹിമാലയ പർവ്വതത്തിന് മുകളിൽ വരെ പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ സൗഹൃദ ചായ കുടിക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ ഹിമാലയ പർവ്വതത്തിന് മുകളിലെത്തിയിട്ട് ഒരു കാപ്പി കുടിക്കാൻ നോക്കുമ്പോ ചായക്കടയൊക്കെ ധാരാളം ഉണ്ട്. 500 കാണുമ്പോഴേക്ക് ബേജാറാവുകയാണ്. പിന്നീട് 1000 എടുക്കുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് അട്ടയുടെ മുഖത്തേക്ക് ഉപ്പിട്ടതുപോലെ അകപ്പാട്, ആകെ ബേജാർ. ഗവൺമെന്റ് സ്ഥാപനത്തിൽ പോലും എഴുതി വച്ചിരിക്കുന്നു 500ഉം 1000ഉം എടുക്കില്ല. അവസാനം എൻ്റെ കൂടെയുള്ള സാദി ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അവരും മിച്ചറുമില്ലേ പൊതി അഴിക്ക്. ഒരു തുറക്കാത്ത ചായക്കടയുണ്ട്, ഓല ഷെഡോടൊക്കെ കെട്ടിയുണ്ടാക്കിയത്. തൽക്കാലം നമുക്ക് അവിടെ വെച്ച് സൗഹൃദ ചായ കുടിക്കാം. അങ്ങനെ അതുകൊണ്ട് വിശപ്പടക്കേണ്ടി വന്നു. കാശ് കയ്യിൽ വെച്ചുകൊണ്ട് പട്ടിണി കിടക്കുക. എന്തേ? അല്ലാഹുവാണ് സകലത്തിനും അധിപൻ. ഇതിപ്പോ 500ന്റെ ഈ 1000ത്തിന് നോട്ട് പോക്കറ്റിലിട്ടുകൊണ്ട് വാട്ടർ ബോട്ടിൽ കയ്യിൽ പിടിച്ച് കൊടയും ചൂടി ATM കുറ്റികൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കേണ്ട മാശറയിലെ അവസ്ഥ. എന്നാൽ അതും ഉപയോഗപ്പെടുത്തി ചില മാന്യന്മാര് അല്ലേ? അതായത് മാശറയെ കുറിച്ച്, അവിടുത്തെ ചൂടിനെ കുറിച്ച്, അവിടുത്തെ വെയിലിനെ കുറിച്ച് വല്ലാതെ ഉസ്താദ് വാല് പറഞ്ഞപ്പോ എല്ലാരും കരഞ്ഞു ബേജാറായി. ഭയങ്കര ചൂടും ദാഹവും വിഷമായിരിക്കുമല്ലോ. ഒരു ചങ്ങാതി ഇന്നിങ്ങനെ ചിരിച്ചു. ഇത്രേ
അപ്പൊ ഉസ്താദ് ചോദിച്ചു വാദ കഴിഞ്ഞപ്പോ എന്തടോ എല്ലാവരും കരയുമ്പോ നീ എന്താ ചിരിച്ചത്? ഉസ്താദെ ഭയങ്കര ചൂടാണ് അവിടെ അല്ലേ, വെള്ളത്തിന് പ്രയാസാകുമല്ലേ, നല്ല വെയിലുണ്ടല്ലേ. ഓ അപ്പോൾ തണ്ണിമത്തങ്ങയുടെ കച്ചവടം നല്ലോണം നടക്കുമല്ലേ. ഇയാൾ അതിന്റെ കച്ചവടക്കാരനാ. ഇവൻ അപ്പോഴും ചിന്തിച്ചത് മാഷയിൽ ഇത് കച്ചവടം നടത്താം. ഇതുപോലെ ഈ 1500 നോട്ട് കൊണ്ട് വിഷമിച്ചിട്ട് വെയിലത്ത് ക്യൂ നിൽക്കുമ്പോ ചെല്ലുക. എന്തേ ഉമ്മാമ വെയിലത്ത് നിൽക്കാൻ പ്രയാസം ഉണ്ടല്ലേ, ചില്ലറ ഞാൻ തന്നേക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, 1800 തരൂ മോനെ, അതെങ്കിലും അത് കിട്ടട്ടെ. പലിശയല്ലേ അത്? നോക്ക് നിങ്ങൾ ഇങ്ങനെ ഏർപ്പാട് പൊടി പഠിക്കുക, പിന്നെ എങ്ങനെയാ മഴ പെയ്യ? അള്ളാഹു തആല നമ്മളെ പരീക്ഷിക്കാനാ നോട്ട് നിരോധനം തന്നത്. അത് തന്നെ നിങ്ങൾ ചിന്തിക്കണം. കേവലം 2 നോട്ടേ നിരോധിച്ചിട്ടുള്ളൂ. 20, 10, 5 അതുപോലെ ഒരുപാട് കാശുണ്ട്. ഇതൊന്നും നിരോധിച്ചിട്ടില്ല. 500, 1000 മാത്രം നിരോധിച്ചപ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ പഞ്ചായത്ത് തൊട്ട് പാർലമെന്റ് വരെ ചർച്ച. അള്ളാഹുവിന്റെ തീരുമാനം നോക്ക് നിങ്ങൾ. ഇരിക്കട്ടെ, ഈ അള്ളാഹു തആല നൽകുന്ന വെള്ളവും ഭക്ഷണവും ഉപയോഗപ്പെടുത്തി ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ ജീവിക്കുന്ന മനുഷ്യനോട് ഇസ്ലാം പറയുന്ന കാര്യം എന്താണ്? അള്ളാഹുവിന്റെ മതം മാത്രമാണ് സത്യം, എല്ലാ മതവും ഒരുപോലെയാണ് എന്ന വാദമൊന്നും ഇസ്ലാമിനില്ല എന്ന് കരുതി എല്ലാവരും ഇസ്ലാമാകണം എന്ന നിർബന്ധവും ഇല്ല. ഇസ്ലാമല്ലാത്ത മതത്തിന് ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, ഹിന്ദുഷ്യ മതം ഇനി ഒന്നും വേണ്ട. ദ റിലീജിയൻ ഈസ് എ ഓപ്പിയം ഫോർ ദ പീപ്പിൾ. മതം മനുഷ്യ മയക്കുന്ന കറുപ്പ എന്ന് പറയുന്ന മതം, ഏത് മതം അംഗീകരിച്ചാലും ശരി, ഭൗതിക ലോകത്ത് പണിഷ്മെന്റ് ഇല്ല. അതേ സമയത്ത് അല്ലാഹു അത് സ്വീകരിക്കൂല. പരലോകത്തവൻ പരാജിതരുടെ ലിസ്റ്റിലാണ്. എല്ലാം പരലോകത്തേക്ക് മാറ്റിവെക്കുകയാണ്. ഭൗതിക ലോകത്ത് വെടിവെച്ചു കൊല്ലാനും ശിക്ഷിക്കാനും ഭീകരവാദിത്വമുള്ള നിയമം അല്ല വിശുദ്ധമായ ഇസ്ലാം കൊടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ ഉപജ്ഞാതാവായ അള്ളാഹുവിന്റെ 99 വിശേഷനാമങ്ങൾ, ആ നാമങ്ങൾ തുടങ്ങുന്നത് ഏതാണ്? അർ റഹ്മാൻ. അവസാനിക്കുന്നവിടെയാണ് അസ്സബൂർ. 99 നാമങ്ങളുടെ തുടക്കം റഹ്മാനാണ്, അതിന്റെ പര്യവസാനം സബൂറാണ്. പദത്തിൽ 2 തോന്നുമെങ്കിലും ആശയത്തിൽ ഒന്നാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ കരുണ ചെയ്യുന്നവൻ, വെളിപ്പെട്ടവരെ, ഇസ്ലാം അംഗീകരിച്ചവരെ, അള്ളാഹുവിനെ അംഗീകരിച്ചവരെ മാത്രം നോക്കിയല്ല, ഭൗതിക ലോകത്ത് സൃഷ്ടികൾക്ക് മുഴുവനും കരുണ കൊടുക്കുന്നവനാണ്. സബൂർ, അള്ളാഹുവിന്റെ വെള്ളം കുടിച്ചവനെ ധിക്കരിക്കുന്നവർ, ഭക്ഷണം കഴിച്ച് ധിക്കരിക്കുന്നവർ, അള്ളാഹു കൊടുത്ത കഴിവ് ധിക്കാരപൂർവ്വം ചെലവഴിക്കുന്നവർ, അവർക്കും പണിഷ്മെന്റ് ഇവിടെ വെച്ചില്ല. ഹലീം, സഹന സ്വഭാവമുള്ളവനാണ്. അതിന്റെ അർത്ഥമാണ് സബൂർ. ഇത്രയും കരുണ കാണിക്കുന്ന പരിശുദ്ധമായ ഇസ്ലാം, അധിപനായ അല്ലാഹ് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹ്, ആ കാരുണ്യത്തിന്റെ മതത്തെ പക്ഷേ ഇന്ന് അറിയപ്പെടുന്നത് ഒരർത്ഥത്തിൽ ഭീകരവാദത്തിന്റെ മതമായി. ആ ഇസ്ലാമിന്റെ സുന്ദരവേഷമായ താടിയും തലപ്പാവും ഇന്നറിയപ്പെടുന്നത് ഭീകരവാദത്തിന്റെ ചിഹ്നങ്ങളായി, തീവ്രവാദത്തിന്റെ അടയാളങ്ങളായി. എയർപോർട്ടുകളിൽ പോലും ഇന്ന് കർശന പരിശോധന മുസ്ലിമാണെന്നറിഞ്ഞാൽ, പുറമെയല്ല, ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ തലപ്പാവ് ധരിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ എയർപോർട്ടിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുന്നു തിരിച്ച്, ബിഡിഗി കന്ദർ കോയി ഹേ, തലപ്പാവിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ എന്നാണ്. ബുദ്ധിയുണ്ടോ എന്നല്ല ചോദിക്കുന്നത്. നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം, അദ്ദേഹം അടക്കം മുസ്ലിമായതിന്റെ പേരിൽ വിദേശ എയർപോർട്ടുകളിൽ അതിശക്തമായ പരിശോധനയ്ക്ക് വിധേയനായി എന്ന് നാം പത്രത്തിലൂടെ വായിച്ചു മനസ്സിലാക്കിയതാണ്. എന്ത് ഈ അവസ്ഥക്ക് കാരണം? ആരാണ് ഈ അവസ്ഥയിലേക്ക് മുസ്ലിങ്ങളെ എത്തിച്ചത്? ആരാണ് ഇതിന് ഉത്തരവാദികൾ? സത്യത്തിൽ പരിശുദ്ധ ഇസ്ലാം പ്രാവർത്തികമാക്കി കാണിച്ച, ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ ലോകത്തേക്ക് കറങ്ങിയ അനുചരരാകുന്ന സ്വഹാബാ കിറാം ആരും ഭീകരവാദം പഠിപ്പിച്ചിട്ടില്ല, ആരും തീവ്രവാദം പഠിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അവരെ വിളിച്ചു വരുത്തി റസൂലുള്ളാഹി തങ്ങൾ കൊടുത്തത് കാരുണ്യത്തിന്റെ സന്ദേശമാണ്. അനിവാര്യ ഘട്ടങ്ങളിൽ നിലനിൽപ്പിന് വേണ്ടി ഒരുപക്ഷെ ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ടാകാം. ആ ഏറ്റുമുട്ടലിന്റെ ഭാഗമായി ശത്രുപക്ഷവുമായി നേരിടാൻ പുറപ്പെടുന്ന സൈന്യത്തിനോട് പ്രവാചകർ കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്? വയസ്സന്മാരെ വധിക്കരുത്, സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറരുത്,
കുട്ടികളോട് കരുണ കാണിക്കണം. എന്തിനേറെ ഫലം കായ്ക്കുന്ന ഈത്തപ്പനത്തടികൾ പോലും ആവശ്യമില്ലാതെ മുറിച്ചു മാറ്റരുത് എന്നാണ്. മരത്തിനോട് പോലും കരുണ കാണിക്കാൻ പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ അനുയായികൾ എങ്ങനെയാണ് മനുഷ്യനെ ക്രൂരമായി കൊല്ലാൻ പഠിപ്പിക്കുക? ഇത് റസൂലുള്ളാഹി തങ്ങൾ പറയുക മാത്രമല്ല, പ്രാവർത്തികമാക്കിയിട്ട് കാണിച്ചു കൊടുത്തു ജീവിതത്തിൽ പലതവണയും റസൂലുള്ളാഹി തങ്ങൾ. അത് പഠിച്ച സ്വഹാബാ കിറാം അവരുടെ ജീവിതത്തിലും അത് കൊണ്ടുവന്നു. മതം അന്യമതമാണ്, പക്ഷേ കരുണ മനുഷ്യത്വത്തിന്റെ ഭാഗമാണ്. മനുഷ്യത്വം എല്ലാവർക്കും വേണ്ടതാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. രണ്ടാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനഗരം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഫലസ്തീൻ മോചിക്കപ്പെടുന്നത്, ഖുദ്സ് മുസ്ലിങ്ങൾക്ക് കൈമാറ്റപ്പെടുന്നത്. പക്ഷെ അന്നത്തെ ജൂത ക്രൈസ്തവർ ഒരു ഡിമാൻഡ് വെച്ചു, ഞങ്ങൾ ഈ ഫലസ്തീൻ പ്രദേശം, ഖുദ്സിന്റെ പ്രദേശം നിങ്ങൾക്ക് വിട്ടുതരണമെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട്, നിങ്ങളുടെ ഖലീഫ നേരിട്ട് വരണം. ഓക്കെ, സമ്മതിച്ചു. അങ്ങനെ രണ്ടാം ഖലീഫ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നേരെ ചെല്ലുകയാണ്. ആ പോയ ചരിത്രമുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. വിനയത്തിന്റെ മൂർത്തിഭാവമായി പോയ ഖലീഫ അവിടെ എത്തി ക്രൈസ്തവ പുരോഹിതന്മാരുമായി ചർച്ച നടത്തുകയാണ്. ക്രൈസ്തവ ആരാധനാലയത്തിന്റെ ഒരു ഭാഗത്ത് ചർച്ച നീണ്ടുപോയി. നിസ്കാരത്തിന്റെ സമയം വന്നു. ഖലീഫ പറഞ്ഞു, ക്ഷമിക്കണം, എന്റെ പ്രാർത്ഥനയുടെ സമയമാണ്, ഞാൻ പ്രാർത്ഥിച്ച ശേഷം തിരിച്ചു വരാം. ആ സമയത്ത് ക്രൈസ്തവ പുരോഹിതർ പറഞ്ഞു, ഖലീഫ, നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഈ ചർച്ചിന്റെ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് മുസല്ല വിരിച്ചുകൊണ്ട് നിസ്കരിക്കാം, ഞങ്ങൾക്കതുകൊണ്ട് വിരോധം ഇല്ല. കമാ തദീനു തുദാനു, അങ്ങോട്ട് എപ്രകാരമാണോ നാം അതുപോലെയായിരിക്കും ഇങ്ങോട്ട് ലഭ്യമാവുക. വേണമെങ്കിൽ മസ്അല പ്രകാരം അവിടെ മുസല്ല വിരിച്ചുകൊണ്ട് ഉമർ ഫാറൂഖ് തങ്ങൾക്ക് നിസ്കരിക്കാമായിരുന്നു. പക്ഷേ മുസ്ലിങ്ങളുടെ ഖലീഫ ദീർഘദൃഷ്ടിയുള്ള ആളാണ്. അവിടെയാണ് നാം നമ്മുടെ നേതൃത്വത്തെയും പഠിക്കേണ്ടത്. മുസ്ലിങ്ങൾ വികാരജീവികളാകരുത്. എന്ത് കേൾക്കുമ്പോഴേക്ക് കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കുക അരുത്, അത് പാടില്ല. അതേ സമയത്ത് എന്ത് തന്നെ ചെയ്താലും പ്രതികരിക്കാതിരിക്കുക, അതും ചെയ്യരുത്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത, ഖുർആൻ പഠിപ്പിച്ചത് അങ്ങനെയാണ്. പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ശന്തന്മാരാകരുത്. അതേസമയം ആവശ്യത്തിനും അനാവശ്യത്തിനും എടുത്തു ചാടരുത്. നമുക്കറിയാം, ഇവിടെ വർഗീയത തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ നമ്മുടെ നേതാക്കന്മാർ അതിനെ പ്രതികരിച്ചിട്ടില്ല. പലരും ചോദിച്ചു, എന്താണ് അപ്പുറത്തിന് വർഗീയ പാർട്ടി ഉണ്ടെങ്കിൽ ഇപ്പുറത്തും വർഗീയ പാർട്ടി വേണ്ടേ? ചെറുപ്പക്കാരായ ചില നേതാക്കളാണ് അങ്ങനെ ചിന്തിച്ചത്. പക്ഷേ നമ്മുടെ നേതൃത്വം ഔലിയാക്കന്മാരെയും സൂഫിയാക്കന്മാരുടെയും താവളിയിലൂടെ വന്നവരാണ്. വികാരത്തെ വിവേകം കൊണ്ട് നിയന്ത്രിക്കുന്നവരാണ്. അവരത്തരം പ്രവർത്തനങ്ങൾക്ക് പോയില്ല. അരുത്, അത് അപകടമാണ് എന്ന് അന്ന് കാന്തപുര ഉസ്താദ് പറഞ്ഞു, ഹഫിളഹുല്ലാഹ്. അതേസമയം കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ചരിത്രമറിയാത്ത പ്രവീൺ തൊഗാഡിയ എന്ന മനുഷ്യൻ ഉത്തരേന്ത്യയിൽ നിന്ന് വന്നിവിടെ വിഷം ചീറ്റാൻ ശ്രമം നടത്തി. അതിനെതിരെ കർക്കശമായ ശൈലിയിൽ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് തുറന്നടിച്ചു. ഒരിക്കലും അത് പാടില്ലെന്ന് പറഞ്ഞു. ആവശ്യമായിട്ട് പ്രതികരിക്കണം, ആവശ്യമില്ലാത്തടത്ത് മൗനം ദീക്ഷിക്കണം. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു മകന് കൊടുത്ത നിർദ്ദേശങ്ങൾ ഒന്നതാണ്, മോനെ, വാചാലത വെള്ളിയാണെങ്കിൽ മൗനം സ്വർണമാണ്. ചിലപ്പോൾ ആ തത്വം വേണ്ടി വരും. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത, ബദറിലേക്ക് മാർച്ച് ചെയ്ത റസൂലുള്ളാഹ്, ഉഹുദിൽ ഏറ്റുമുട്ടിയ റസൂലുള്ളാഹ് ഹുദൈബിയ്യയിൽ പരിപൂർണമായി സന്ധി ചെയ്യുകയാണ്. ഞാൻ ഇടയ്ക്ക് വെച്ച് പറയുന്നു, ഈ ഭീകരവാദത്തിലേക്കും തീവ്രവാദത്തിലേക്കുമൊക്കെ ആളുകൾ എടുത്തറിയപ്പെടുന്നത് അടിസ്ഥാനപരമായി ഇസ്ലാമിനെ പഠിക്കാത്തത് കൊണ്ടാണ്. ഒന്നുകൂടെ ഞാൻ അടിവരയിടുന്നു, അടിസ്ഥാനപരമായി അംഗീകൃത കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കാത്തത് കൊണ്ടാണ്. തടിയന്റെ അവിടെ നസീറടക്കം അതിന്റെ ഉദാഹരണമാണ്. ഇൻഷാ അല്ലാഹ് രേഖ എടുത്ത് ഞാൻ പറയും, അങ്ങോട്ട് ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് വിശുദ്ധമായ ഇസ്ലാം. അല്ലാഹു തആല പറയുന്നത് വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത. ഇത് പഠിപ്പിക്കുന്നത് തന്നെ ഉമർ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, ക്ഷമിക്കണം, നിങ്ങളുടെ ചർച്ചിന്റെ ഒരു ഭാഗത്ത് വിരിച്ചു നിസ്കരിച്ചാലും നിസ്കാരം ശരിയാകും. പക്ഷേ ഞാൻ ഇന്നിവിടെ പ്രാർത്ഥിച്ചാൽ കാലങ്ങൾ കഴിയുമ്പോൾ എൻ്റെ അനുയായികൾ വരും, അവര് പറയാൻ സാധ്യതയുണ്ട്, ഇത് ഞങ്ങളുടെ ഖലീഫ പ്രാർത്ഥിച്ച സ്ഥലമാണ്, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഫലം വർഗീയ കലാപങ്ങൾ നടക്കും, സ്വസ്ഥത നഷ്ടപ്പെടും, സൗഹൃദം ഇല്ലാതെയാകും. അതുകൊണ്ട് ഞാൻ പുറത്തു പോയി നിസ്കരിക്കാം.
അവിടുത്തെ ഫാദർമാർ അത് സമ്മതിച്ചു. ചരിത്രത്തിൽ കാണാം, അവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ചർച്ചിന്റെ വിശാലമായ മൈതാനിയുടെ താഴൊരു മൂലയിൽ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പോയി നിസ്കരിച്ചു. ഞാൻ ഓർത്തുപോകുന്നു, 2 വർഷങ്ങൾക്ക് മുമ്പ് വിനീതനായ ഞാൻ ജെറൂസലം സന്ദർശിക്കാനിടയായി. ജെറൂസലം കാണാനല്ല ഞാൻ പോയത്, മഹാന്മാരെ മഖബറ സിയാറത്ത് ചെയ്യാനാണ്. ആ സിയാറത്ത് കഴിഞ്ഞ ഉടനെ പിന്നീട് പോകുന്നത് ജെറൂസലമിലേക്കാണ്. അവിടെയുള്ള ചർച്ചുകളും അതുപോലെ തന്നെ ജൂതമത കേന്ദ്രങ്ങളും അതിൻ്റെ ഫ്രണ്ടിലൂടെ നടന്ന് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളെ കൊണ്ടുപോയത് താഴെയുള്ളൊരു കൊച്ചു പള്ളിയിലേക്കാണ്. മനോഹരമായ പൗരാണിക കാല ചരിത്രത്തിന്റെ പ്രതാപം വിളിച്ചോതുന്ന നല്ലൊരു താഴികക്കുടമുള്ള കൊച്ചു പള്ളി. ആ പള്ളിയുടെ പേര് മസ്ജിദ് ഉമർ ഇബ്നുൽ ഖത്താബ്. ആ പള്ളിയിൽ നിന്ന് ഉള്ളിലേക്ക് കയറിയപ്പോൾ വല്ലാത്ത അത്ഭുതം, അവിടെ കൊത്തിവെച്ചിരിക്കുന്നു ഞാൻ ഈ പറഞ്ഞ സംഭവം, ചരിത്രത്തിന്റെ അധ്യായം. എന്താണ് സംഭവം? അന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ മുസല്ല വിരിച്ച് നിസ്കരിച്ച അതേ സ്ഥലത്താണ് ഇന്ന് അവിടെ പള്ളി വന്നിരിക്കുന്നത്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ദീർഘദൃഷ്ടി നോക്ക് നിങ്ങൾ. ഇസ്ലാമിൽ വർഗീയത ഉണ്ടായിരുന്നു, ഭീകരവാദിയായിരുന്നു ഉമറുൽ ഫാറൂഖ്. എങ്കിൽ ഇവിടെ വിരിച്ച് ഉമറുൽ ഫാറൂഖ് നിസ്കരിക്കുമായിരുന്നു. അനധി വിദൂരമായൊരു സാധ്യത പോലും വർഗീയതക്കും വിഘടന വിധ്വംസ പ്രവർത്തനങ്ങൾക്കും IS ദേശീയ മുജാഹിദ് ഹിസ്ബുൽ മുജാഹിദിന്റെ ആശയങ്ങൾക്കും ഉണ്ടാകരുത് എന്ന് അന്ന് കരെ കൂട്ടിക്കണ്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ അകലം പാലിച്ചുകൊണ്ടാണ് നിസ്കരിച്ചത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇനി ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് കാണാമെങ്ങനെ. കുരിശ് യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ഭടന്മാരുള്ള പെരുമാറ്റ ചരിത്രത്തിൽ കാണാം. എവിടെന്നാ പാഠം കിട്ടിയത്? മക്കം ഫത്ഹില്ലല്ലോ. മക്കം ഫത്ഹ് നടക്കുന്നു. അബൂജഹലിന്റെ മകൻ ഇക്രിമത്തടക്കം, അബൂ സുഫിയാനിന്റെ ഹർബടക്കമുള്ള അബൂ ഖുഹൈഫ അടക്കമുള്ളവർ ഇസ്ലാമിലേക്ക് വരുന്ന മക്കം ഫത്ഹിലാണ്. ഈ മക്കം ഫത്ഹ് എന്ന് പറയുന്ന സംഭവം നടക്കുന്നത് ഒരു കാലത്ത് തങ്ങളെ ആട്ടി ഓടിച്ച, തങ്ങളെ കൂവി വിളിച്ച, ചെരുപ്പ് കൊണ്ടടിച്ച, അതുപോലെ തന്നെ ഭക്ഷണവും വെള്ളവും മുടക്കിയ, ഉപരോധം ഏർപ്പെടുത്തിയ ആ നാട്ടിലേക്ക് പതിറ്റാണ്ടുകൾക്ക് ശേഷം വിജയത്തിന്റെ വെന്നിപ്പതാക പറപ്പിച്ച് മുഹമ്മദ് റസൂൽ തിരിച്ചു വരുമ്പോ തന്നെ കൂവി വിളിച്ചവർ, ആക്രമിച്ചവർ, തന്റെ കൊലപാതകത്തിന് നിഗൂഢമായ നീക്കം നടത്തിയവർ പഞ്ചപുച്ഛമടക്കി തന്റെ മുമ്പിൽ നിൽക്കുകയാ ശിക്ഷ പ്രതീക്ഷിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് എന്താ പറഞ്ഞത്? ഇദ്ഹബൂ വഅൻതും തലഖാ, പോയിക്കോളൂ, സർവതന്ത്ര സ്വതന്ത്രരാണ്. ഈ രംഗം കിതാബിൽ വായിച്ചതിനേക്കാൾ വികാരമായി ഞാൻ മലയാള പുസ്തകത്തിൽ വായിച്ചു. ആ പുസ്തകത്തിന്റെ പേര് ഇസ്ലാം കമ്മ്യൂണിസ്റ്റുകാരും എന്നാണ്. അതിന്റെ മുസന്നിഫ് PT ഭാസ്കര പണിക്കരാണ്. ഇപ്പോഴും വാങ്ങാൻ കിട്ടും. PT ഭാസ്കര പണിക്കർ ഇസ്ലാമും കമ്മ്യൂണിസ്റ്റുകാരും പേജുകളോളം ഇസ്ലാമിന്റെ വിട്ടുവീഴ്ച മനോഗതി അയാൾ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ചരിത്രത്തിൽ എവിടെ കാണും കൂട്ടരെ ഇത്ര വലിയ വിശാല മനസ്കത, ഇത്ര വലിയ വിട്ടുവീഴ്ച, ഉദാരത എവിടെ കാണും? ഇല്ല. മുഹമ്മദിനോട് കടപിടിക്കാൻ ഒരാളുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയുന്നത് AP ഉസ്താദ് അല്ല, താജുലുമ ഉള്ളാളത്തെ തങ്ങളല്ല, PT ഭാസ്കര പണിക്കരാണ്. ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈയാമ്പാറ്റകൾ കത്തിച്ചു വെച്ച വിളക്കിലേക്ക് അടുക്കുന്നത് പോലെ ഭീകരവാദത്തിലേക്ക് അടുക്കുന്ന ചെറുപ്പക്കാർ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഭീകരവാദ പ്രസ്ഥാനവും നിങ്ങളുമായി ബന്ധപ്പെടുന്നതിലൂടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുകയാണ്. പഠിക്കണം, ഇസ്ലാമിനെ ആഴത്തിൽ പഠിക്കണം. മുറിവൈദ്യനാണ് ആളെ കൊല്ലുക, തീരെ പഠിക്കാത്തവൻ ജാഹിലാണെന്ന ചിന്ത വരുമ്പോൾ ആലിമീങ്ങൾ പറഞ്ഞെടുത്ത് നിൽക്കും. നല്ലവൻ പഠിച്ചതാകുമ്പോൾ ഭീകരവാദത്തിലേക്ക് പോകാതിരിക്കും. ഇത് ഇല്ലത്തുനിന്ന് വിട്ടു, അതേ സമയത്ത് വീട്ടിലേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞ അവസ്ഥ. പേരിന് എന്തോ കുറച്ച് വായിച്ചു, പരിഭാഷയിലൂടെ പഠിച്ചതാ, ഓൺലൈൻ ഇസ്ലാമിനെ പഠിച്ചതാ. ഇന്നലെ മിനിയാനും ഒരു 4-5 വർഷമായി കാരക്കുന്ന് അൽഫലാഹ് ഇസ്ലാമിക് സെന്റർ, അതാ വിനീതൻ ഞങ്ങൾ നടത്തുന്ന സ്ഥാപനം. ആ സ്ഥാപനത്തിന് സഹായിക്കർക്ക് നല്ല ബർക്കത്ത് കൊടുക്കട്ടെ. വിദേഹത്തുകാരെ കേന്ദ്രത്തിലുണ്ടാക്കിയ ഓർഷെഡ് കെട്ടി തുടങ്ങിയതാണ്. അവിടെയും പറയാം, ഭീകരവാദത്തിന്റെ ഭീകരത കൊണ്ട് തുടങ്ങിയതാണ്. ആക്രമിക്കലും വണ്ടി കാറ്റടിക്കലും ഒക്കെ തുടങ്ങിയപ്പോൾ അൽഹംദുലില്ലാ അതിന് കീഴിൽ കഴിഞ്ഞ 5 വർഷമായി വിനീതനായ ഞാൻ 2-3 ദിവസം തുടർച്ചയായി മദ്ഹുർ റസൂലുള്ളാഹിന്റെ ചരിത്രപാരായണം ഒരു ഭാഗത്ത് നടത്താറുണ്ട്. ആ ചരിത്രപാരായണ ഭാഗമായി ഇന്നലെ മിനിയാന്ന് പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ സുരേന്ദ്ര സാർ, അദ്ദേഹം പൊന്നാനിയിൽ ഉള്ള ആളാണ്, വലിയ സാഹിത്യകാരനാണ്.
അദ്ദേഹം ഒരുപാട് നേരം പ്രസംഗിച്ചു സദസ്സുകൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആഴത്തിൽ പഠിക്കണം മുഹമ്മദ് നബിയെ, ഇസ്ലാമിന് നന്നായി പഠിക്കണം, ദയവ് ചെയ്ത് ഓൺലൈനിൽ ഇസ്ലാം പഠിക്കരുത് എന്ന് പറഞ്ഞു. ഓൺലൈനിൽ ഇസ്ലാം പഠിച്ചാൽ ദമ്മാജിലേക്ക് കയറേണ്ടി വരും, അദ്ദേഹത്തിന്റെ വാക്കാണ്. യമനിലേക്ക് പോകേണ്ടി വരും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പഴയ കാലത്ത് യമനിൽ നിന്നുള്ള പണ്ഡിതന്മാരും തങ്ങന്മാരും ഒക്കെ ഇവിടെ വന്ന് ഇസ്ലാം പ്രചരിപ്പിച്ച്, എന്നിട്ട് ഇവിടെ നിന്ന് ഇപ്പൊ യമനിലേക്ക് അങ്ങോട്ട് പോവാ, ബസറയിലേക്ക് എന്തിനാ മക്കളെ കാരക്ക് കയറ്റുന്നത്? എന്റെ വാക്കല്ല, സുരേന്ദ്രൻ സാറെ വാക്കാണ്. അതേ ആശയം ഇന്നലെ ശ്രീമാൻ മന്ത്രി KT ജലീൽ അദ്ദേഹം ഇന്നലെ എന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ഇന്നലെ സദസ്സും മൈക്കൊക്കെ ഉഷാറായപ്പോ 3/4 മണിക്കൂറോളം പ്രസംഗിച്ചു. ഒരു നല്ല പണ്ഡിതോചിത പ്രസംഗം. അദ്ദേഹം പറഞ്ഞു, മൗലിദും ഉറൂസും നേർച്ചയൊക്കെ നിർത്തിവെച്ചിട്ട് എന്ത് ലഭിച്ചു നിങ്ങൾക്ക് മെച്ചം? സൗഹാർദ്ദം തകർന്നു എന്നല്ലാതെ, മതസൗഹാർദ്ദം ഇല്ലാതെയാ എന്നല്ലാതെ, പുരോഗതിയുടെ പേര് പറഞ്ഞ് ഇസ്ലാമിനെ നശിപ്പിക്കരുത്. AP ഉസ്താദ് പറയേണ്ട വർത്താനം KT ജലീൽ ഇന്നലെ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞ്, ചിന്തിക്കുന്ന ആളുകൾ, ആനുകാലിക വിഷയങ്ങളെ കുറിച്ച് ഉത്ബുദ്ധതയുള്ള ആളുകൾ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോ ക്ഷമിക്കണം, ഞാൻ മലപ്പുറം ഭാഷ കടടുത്തൊന്ന് പറഞ്ഞോട്ടെ, മണ്ടേനും മാത്രമൊക്കെ മൈലമൂരിക്കും കിട്ടി എന്ന് പറഞ്ഞാൽ ചെയ്തതിന് മാത്രമൊക്കെ എല്ലാവർക്കും അനുഭവിച്ചു എന്ന് കണ്ടപ്പോ ഇപ്പൊ ഭീകരവാദത്തിനെതിരെ ക്യാമ്പയിൻ സലഫികൾ. അതെങ്ങനെയാ? ഭീകരവാദത്തിനെതിരെ സലഫികൾ ക്യാമ്പയിൻ നടത്തിയാൽ മൗനജാഥ സിന്ദാബാദ് എന്ന് പറയും പോലെ ഉണ്ടാവുള്ളൂ. മൗനജാഥ സിന്ദാബാദ് മുദ്രാവാക്യം വിളിച്ചാൽ പിന്നെ മൗനജാതിയാവൂ? ഭീകരവാദികളാക്കുന്ന ആളുകളാണ് ഭീകരവാദത്തിനെതിരെ നടത്തേണ്ടി വരുന്നത്. വായിക്കാം രേഖകൾ ഇൻഷാ അല്ലാഹ് സന്ദർഭം പോലെ. ഇരിക്കട്ടെ, ഞാൻ ആമുഖം നീട്ടുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ രീതിയിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ വിട്ടുവീഴ്ച മനോഗതിയാണ് ലോകത്ത് ഇസ്ലാമിനെ പ്രചരിപ്പിച്ച്. കൊച്ചു കേരളത്തിലും മറിച്ചല്ലോ. ഇസ്ലാമിനെ കൊണ്ടുവന്നതാരാ? ബഹുമാനപ്പെട്ട സയ്യിദുനാ മാലിക് റളിയല്ലാഹു അനുയായികൾ. അവരിവിടെ വരുമ്പോൾ സ്വീകരിക്കാനുള്ളത് ആരാണ്? അപ്പുവേട്ടനും കൂട്ടരും. ഇവിടെ പള്ളികളില്ല, ഇവിടെ മദ്രസകളില്ല, ഇവിടെ മതസംഘടനകളില്ല, സ്വീകരിക്കാൻ ആരുമില്ലാത്ത ചുറ്റുപാട്. പക്ഷെ 2 കൈയും നീട്ടി ഈ രാജ്യത്ത് അമുസ്ലിങ്ങൾ സ്വീകരിച്ചു. ഈ അമുസ്ലിങ്ങൾ സ്വീകരിക്കാൻ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, അന്ന് ഹൈന്ദവ ദർശനങ്ങളിൽ ഉണ്ടായിരുന്ന ജാതീയ ചിന്താഗതി. തൊട്ടുകൂടാത്തവർ, തിണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ. അതെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനോ തൊടാനോ പാടില്ലാത്ത ചില ആളുകൾ. കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ല ഗോജാതി കോമരങ്ങൾ. പരസ്പരം വിവാഹബന്ധവും മറ്റു ബന്ധങ്ങളും നടത്താൻ പറ്റാത്ത രീതിയിൽ ഒരു മതത്തിൽപ്പെട്ട ഉപജാതികൾ ഈ ജാതി വകുപ്പുകൾ കൊണ്ട് പൊറുതുമുട്ടിയ കാലത്ത് താഴ്ന്ന ജാതിക്കാരന്റെ മുടി ബാർബർ ഷോപ്പിൽ പോയാൽ മുറിച്ചു കിട്ടൂല. ഡോക്ടർ ഭീമറാവു അംബേദ്കർ നമ്മുടെ ഇന്ത്യ രാജ്യയുടെ ഭരണഘടനാ ശില്പികളിൽ പ്രധാനിയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ കണ്ണ് നനഞ്ഞു പോകുന്ന ചില രംഗങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ബാർബർ ഷോപ്പിൽ ചെന്നപ്പോൾ കാശ് കൊണ്ടുപോയി മുടി മുറിച്ചു കൊടുക്കാതെ ബാർബർ ചീത്ത വിളിച്ചാക്ഷേപിച്ചു വിട്ടപ്പോൾ, കൊച്ചമ്മയുടെ, ചെറിയമ്മയുടെ, നമ്മുടെ ഭാഷ ഇളയമ്മയുടെ അടുത്ത് എന്ന് വിഷമം പറഞ്ഞപ്പോൾ അമ്മ തലോടിക്കൊണ്ട് സമാധാനിപ്പിച്ച വാക്കുകൾ, ഇതുപോലെ നിരവധി സംഭവങ്ങൾ, പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ അവസ്ഥകളിൽ ഇങ്ങനെ ചില തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നടന്നു. അപ്പോഴാണ് എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കൊണ്ടോ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്തമാവനെത്തി ചാരത്തിരുന്നിടാം ചുറ്റും പേടിക്കേണ്ട നമ്പുരാരേ. കുമാരനാശാൻ അന്ന് ഇസ്ലാമിന്റെ മൗലിദോദിയതാണ്. എത്രയോ ദൂരത്ത് മാറ്റി നിർത്തപ്പെടേണ്ടുന്ന അത് ബേക്കോട് കമ്മ്യൂണിറ്റിയിലെ ആളുകൾ, അധസ്ഥിത പിന്നോക്ക ന്യൂനപക്ഷ ദളിത് വിഭാഗത്തിലെ ആളുകൾ, ഈ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ഉച്ചരിച്ച് സത്യസാക്ഷ്യ വാക്യം ഉരുവിട്ട് ഇസ്ലാമിന്റെ സുന്ദരമായ വാതായനത്തിലേക്ക് അഖലം വസഹലൻ കടന്നു വന്നാൽ സാക്ഷാൽ സൗദി അറേബ്യയുടെ ഖാദിമുൽ ഹറമൈൻ ശരീഫൈൻ ഫഹദ് രാജാവാകട്ടെ, സൽമാൻ രാജാവാകട്ടെ, അബ്ദുള്ള രാജാവാകട്ടെ, ആ രാജാവ് കഅബയുടെ തൊട്ടുമുമ്പിൽ നിൽക്കുമ്പോൾ ആദ്യം അവിടെ പോയി നിന്നിട്ടുണ്ടോ? ഈ രാജ്യത്തെ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച കോരൻ എന്ന് പറയുന്ന സഹോദരൻ ബീരാൻ എന്ന പേര് സ്വീകരിച്ചതാണ്. അയാൾക്ക് രാജാവിന്റെ തൊട്ടടുത്ത് സീറ്റാണ്. അവിടെ പിന്നെ അവിടെ വ്യത്യസ്തതകളും അതുപോലെ തന്നെ ചിന്താഗതികളും ഇല്ല. അതേസമയത്ത് മുസൽമാൻ അങ്ങനെയാണ്.
അവിടെ എത്തിയാൽ ഇസ്ലാമിന്റെ ആരാധനയ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ സഫ് കെട്ടിയാൽ അവിടെ അടിമയെന്നോ യജമാനെന്നോ ഭരണകർത്താവെന്നോ ഭരണീയനെന്നോ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസം ഇല്ല. എല്ലാവരും തുല്യമാണ്, എല്ലാവരും തുല്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നിയമസഭയുടെ തൊട്ടടുത്ത പള്ളിയിൽ ജുമയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഇപ്പോൾ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്. അതുകൊണ്ട് KT ജലീൽ സാർ മുന്നോട്ട് നിൽക്കട്ടെ, കുഞ്ഞാലിക്കുട്ടി സാർ പുറകോട്ട് നിൽക്കട്ടെ. എന്നോ അങ്ങനല്ല, ആരാണോ ആദ്യം ജുമക്കെത്തുന്നത് അവർക്ക് മുമ്പിൽ നിൽക്കാം. ഇതാ അവിടെ യാതൊരു വ്യത്യാസവുമില്ല. വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ഐക്യം, ഈ ഐക്യമെന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കി ഇസ്ലാമിനെ പുകഴ്ത്തി പാടിയതാരാ? കുമാരനാശാൻ എന്ന് പറയുന്ന അമുസ്ലിം സഹോദരനാണ്. ഇന്ന് പാടും അങ്ങനെ. ഇസ്ലാമിനെ കുറിച്ച് പാടാൻ എങ്ങനെ ആർക്കും ധൈര്യം വരുമോ? പഴയ കാലത്ത് കത്തിക്കൊണ്ടിരുന്നത് പള്ളികളിൽ നിന്ന് വെളിച്ചെണ്ണത്തിരികളാണ്, ചർച്ചുകളിൽ നിന്ന് മെഴുകുതിരികളാണ്, അമ്പലത്തിൽ നിന്ന് നിലവിളക്കിലെ തിരികളാണ്. ഇന്നാണെങ്കിലോ ഇന്ന് കത്തുന്നത് തിരികൾക്ക് പകരം പള്ളികളാണ്, ചർച്ചുകളാണ്, അമ്പലങ്ങളാണ്. ആരാണ് ഈ അവസ്ഥയിലേക്ക് വരുത്തി വെച്ചതോ?